നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പേഴിക്കപ്പള്ളിയിൽ നിന്ന് കഞ്ചാവും ഹെറോയിനുമായി 3 ഇതര സംസ്ഥാനക്കാർ എക്സൈസ് പിടിയിൽ. എക്സൈസ് സംഘം പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതികളിൽ ഒരാൾ ഓടി രക്ഷപ്പെടുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കിണറ്റിൽ വീഴുകയും ചെയ്തു. തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് പ്രതിയെ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി അറസ്റ്റ് ചെയ്തത്. പേഴിക്കപ്പള്ളിയിൽ നിന്നും കഞ്ചാവും ഹെറോയിനുമായി 3 ഇതര സംസ്ഥാനക്കാർ എക്സൈസ് പിടിയിൽ. പായിപ്പടക്കവലയിൽ നിന്ന് 1.5 കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശി ബിധാൻ ദാസ്, മറ്റൊരു കേസിൽ പായിപ്പടക്കവലയിൽ നിന്ന് തന്നെ 1.3 ഗ്രാം ഹെറോയിനുമായി ആസാം സ്വദേശികളായ ഖജലുദ്ദീൻ, ഇജാദുൽ ഹക്ക് എന്നിവരുമാണ് അറസ്റ്റിലായത്. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാവിലെ 11 നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. പിടിയിലായവരിൽ ബിധാൻ ദാസ് ബോംബെയിൽ 2 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങി പായിപ്പട ജംഗ്ഷനിൽ ഇയാളുടെ സഹോദരനൊപ്പം താമസിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിവരികയായിരുന്നു. എക്സൈസ് സംഘം പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ ബിധാൻ ദാസ് ഓടി രക്ഷപ്പെടുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ബിധാൻ ദാസ് കിണറ്റിൽ വീഴുകയും ചെയ്തു. തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് പ്രതിയെ കിണറ്റിൽ നിന്നും പിടികൂടി അറസ്റ്റ് ചെയ്തതെന്ന് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു. ഇന്ന് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ പാർട്ടി പായിപ്പറ കവല ഭാഗത്ത് നടത്തിയിട്ടുള്ള പെട്രോളിങ്ങിനിടയിൽ ബീഹാർ സ്വദേശിയായിട്ടുള്ള ബിധാൻ ദാസ് എന്ന ആളെ 1.25 കിലോ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇയാൾ പായിപ്പറ കവല ഭാഗത്ത് പുതുതായിട്ട് കഞ്ചാവ് കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇയാളെ അടുത്ത സമയത്ത് ബോംബെയിലെ ഇസാൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മേജർ കഞ്ചാവ് കേസിൽ റിമാൻഡിൽ കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഇയാളുടെ സഹോദരനായിട്ടുള്ള ആളിൻ്റെ കൂടെ താമസിക്കാൻ പായിപ്പറ കവല ഭാഗത്തേക്ക് വരികയും അവിടെ കച്ചവടത്തിൽ നിന്നുള്ള രീതിയിൽ വന്ന് താമസിച്ചിട്ട് ആ ഭാഗത്ത് കഞ്ചാവ് കച്ചവടം ചെയ്ത് വരികയായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാളെ കേസ് കണ്ടെടുക്കുന്ന സമയത്ത് ഇയാൾ ഓടുകയും അവിടെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ മൂവാറ്റുപുഴ ഫയർഫോഴ്സിൻ്റെ ഒരു സഹായത്തോടുകൂടി പ്രതിയെ അവിടെ നിന്ന് രക്ഷിച്ചു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കോടതിയിൽ ഹാജരാക്കാൻ തുടങ്ങുകയാണ്. മറ്റൊരു കേസിൽ പായിപ്പറ കവല ഭാഗത്തു നിന്ന് തന്നെ 1.3 ഗ്രാംസ് ഹെറോയിനുമായിട്ട് ഖജലുദ്ദീൻ കൂടാതെ ഇജാദുൽ ഹക്ക് എന്നീ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമം നടന്നു വരികയാണ്. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ പാർട്ടി ഈ മയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ജനങ്ങളുമായി വളരെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് എല്ലാ വിവരങ്ങളും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയും കേസുകൾ കണ്ടെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഹെറോയിനുമായി അറസ്റ്റിലായ ഇജാദുൽ ഹക്കിനെ മുൻപ് കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് മൂവാറ്റുപുഴ എക്സൈസ് സംഘം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിലായ പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. പ്രിവന്റീവ് ഓഫീസർ മനോജ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ് കുമാർ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ മാഹിൻ, ഷബീർ, ഉമ്മർ, വികാന്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിനു മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.